ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ ലഭിച്ച ഒരാശയം ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തെ ഒരു യാത്രയായി, അതൊരു മരുപ്രയാണ യാത്രയെന്നൊക്കെ പിതാക്കന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. തിരുവെടുത്ത് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആത്മീക പ്രയാണത്തിനിടയിൽ നാം എവിടെയെങ്കിലും കുടുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തടഞ്ഞു പോവുകയോ ചെയ്താൽ നമ്മുടെ ആത്മീക ജീവിതം വേണ്ടത്ര നിലവാരത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയാതെ വണ്ണം അതൊരു തടസ്സമായിട്ട് വരും. ആ ചിന്തയാണ് എന്നെ ഈ വേദഭാഗത്തിലേക്ക് നയിച്ചത്. അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പാസേജ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായമാണ്. ആ 2-ാം അധ്യായത്തിൽ കൂടെ ഏലിയാവും തൻ്റെ സക്സസറായിരിക്കുന്ന എലീഷയും ഗിൽഗാലിൽ നിന്ന് യോർദാൻ വരെ പോകുന്ന ആ ദീർഘമായ യാത്രയുടെ നടുവിലുള്ള ആത്മീക സത്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ആദിവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ കീവേഡ് എന്നുള്ള നിലയ്ക്ക് ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ്. സ്തോത്രം. ഒരു ബഹുമാനായിരിക്കുന്ന കർത്തദാസൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഇഗ്നോറൻസ് ഓഫ് ഗോഡ്സ് വേർഡ് ഈസ് എ ഡിസ്ട്രോയർ. ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനക്കുറവ് നമ്മളെ നശിപ്പിച്ചു കളയും. നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയാകിയാൽ നിങ്ങൾ നശിച്ചു പോകുന്നു. അത് കർത്താവ് എടുത്തു പറയാൻ കാരണം ഹോശേയ പ്രവചനത്തിൻ്റെ ഈ വാക്യത്തെ ആധാരമാക്കിയാണ്. യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ 5:13. അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു. അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. മൈ പീപ്പിൾ ആർ ഗോൺ ഇൻ ടു ക്യാപ്റ്റിവിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം. എന്ന് പറഞ്ഞാൽ നാം ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകാനുള്ള കാരണം, അല്ലെങ്കിൽ നാം ബന്ധിക്കപ്പെടുവാൻ കാരണം, അല്ലെങ്കിൽ നാം തടവിലാക്കപ്പെടുവാൻ കാരണം ബൈബിൾ പറയുന്നത്, സ്തോത്രം, ജനത്തിൻ്റെ അറിവില്ലായ്മയാണ്. അറിവില്ലായ്കയാൽ എൻ്റെ ജനം ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുന്നു. ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ രോഗം ഒരു ക്യാപ്റ്റിവിറ്റിയാണ്. ഇയ്യോബിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇയ്യോബിനെ ഒരു രോഗം ബാധിച്ചു എന്നാണ്. സ്തോത്രം. മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഇയ്യോബിനെ പിശാച് ബാധിച്ചു. എല്ലാം ക്യാപ്റ്റിവിറ്റിയാണ്. സ്തോത്രം. അപ്പോൾ ബാധ എന്ന് ബൈബിളിൽ പറയുന്നത് ഈ ക്യാപ്റ്റിവിറ്റിയാണ്. സ്തോത്രം. സിക്നസ് ഈസ് എ ക്യാപ്റ്റിവിറ്റി. നമുക്ക് സാമ്പത്തികമായിട്ട് തകർച്ച വന്നാൽ അതും നാം ബന്ധനത്തിലാകുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് പരിജ്ഞാനമില്ലായ്കയാണ്. സ്തോത്രം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 50,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി 50 ലക്ഷത്തിൻ്റെ ഒരു വീട് പണിയാൻ തീരുമാനിച്ചാൽ അവൻ ബന്ധനത്തിലാകും. കുറേ കഴിയുമ്പോൾ അവൻ ഈ വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ലോൺ എടുക്കും. ലോൺ മതിയാകാതെ വന്നാൽ ഞങ്ങളൊക്കെ നാട്ടിൽ ബ്ലേഡ് കമ്പനി എന്ന് പറയുന്ന ബ്ലേഡ് കമ്പനിക്കാരെ ആശ്രയിക്കും. ഒടുവിൽ എല്ലാം പോയി ഈ മനുഷ്യൻ ബന്ധനത്തിലാകും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടാകാം, ശാരീരികമായിട്ടാകാം, മാനസിക തലത്തിൽ പിശാച് നമ്മളെ ബന്ധനത്തിലാക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ ദൈവത്തിന് സ്തോത്രം, ദൈവജനത്തിൻ്റെ പരിജ്ഞാനമില്ലായ്ക. തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, കൊലോസി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ക്രിസ്തുവിനെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ പറയുന്നത്
2-ാമത്തെ പറയുന്നത് കർത്താവ്, ദൈവത്തിന് സ്തോത്രം, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരുവൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്ന ആ കർത്താവിനെയാണ് നമ്മൾ അകത്തേക്ക് സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെട്ട് വരികയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ എല്ലാം നിറവും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവന് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതാണ് ഈ പരിജ്ഞാനം. ഹോശേയ പറയുന്നത്, ഈ പരിജ്ഞാനം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. ഇനി പരിജ്ഞാനം കിട്ടിയ അല്ലെങ്കിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരാൾ ഈ പരിജ്ഞാനത്തെ ത്യജിച്ചു കളഞ്ഞാൽ ആ വ്യക്തി പരിജ്ഞാനം ത്യജിക്കൊണ്ട് ദൈവവും അവനെ ത്യജിച്ചു കളയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം പരിജ്ഞാനത്തിൽ നടക്കുക, ദൈവകൃപയിൽ നടക്കുക. രക്ഷകനെ സ്വീകരിച്ചവർ രക്ഷകനുമായി മാത്രം സഞ്ചരിക്കുക. അത് നിങ്ങളെ അത്ഭുതകരമായ അഭിഷേകത്തിലേക്കും നിറവിലേക്കും നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കാവുന്ന മേഘ സഹായിക്കട്ടെ. താങ്ക് യു.